നമസ്കാരം. നമുക്ക് എല്ലാ തരത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിന് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ഔചിത്യം എന്നൊന്നുണ്ട്. പല അഭിപ്രായ പ്രകടനങ്ങളും നമ്മൾ നടത്തുമ്പോൾ ഔചിത്യം എന്ന ഘടകത്തെ നമ്മൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നുണ്ടോ എന്നതിന് സംശയമുണ്ട്. മരണപ്പെട്ട ഒരു വ്യക്തി, നിര്യാതനായ ഒരു വ്യക്തി, അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന പല നിലപാടുകളെക്കുറിച്ചും നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. പക്ഷേ അത് പ്രകടിപ്പിക്കാനായി ആ ചിത കത്തിത്തീരുന്നത് വരെയെങ്കിലും കാത്തിരിക്കാനായിട്ടുള്ള ഒരു ക്ഷമ കാണിക്കുക എന്നത് കേവലമായ ഔചിത്യമാണ്. അതല്ലാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അനുചിതമാണ്. അത് അങ്ങനെ ചെയ്യുന്നവരുടെ സംസ്കാരമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. മൃതദേഹത്തോട് ആദരവ് കാട്ടുക എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. സാധാരണ ഒരു സൈനികനായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് മുമ്പിൽ പട്ടാള മേധാവി പോലും സല്യൂട്ട് ചെയ്യും. ഒരു തീവ്രവാദിയാകട്ടെ, ഒരു കൊലപാതകിയാകട്ടെ, അങ്ങനെയൊക്കെ ഉള്ള ആളായാൽ പോലും ആ മൃതദേഹം കണ്ടാൽ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവി പോലും ആ തൊപ്പി ഒന്ന് അഴിച്ച് താഴെ വെക്കും, ആ ഊരി മാറ്റും. അതാണ് നമ്മുടെ സംസ്കാരം. ഇത് ഭാരതത്തിന്റെ മാത്രം സംസ്കാരമല്ല, എല്ലാ രാജ്യങ്ങളിലും എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ വളരെയധികം ആചരിക്കപ്പെട്ടിട്ടുണ്ട്, പ്രോത്സാഹിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായ ചില മരണങ്ങൾ, കൊലപാതകങ്ങൾ, ഇവയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ടായിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ സമാധാനപരമായ ഭാവിയെപ്പറ്റി ആശങ്കകൾ ഉണർത്തുന്നവയാണ്. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, കാത്തിരിക്കാമായിരുന്നു ആ ചിത എരിഞ്ഞു തീരുന്നത് വരെയെങ്കിലും. ഈ ഔചിത്യം എല്ലാ മേഖലയിലും ബാധകമാണ്. നമുക്കറിയാം, നമ്മളിതൊരു മരണ വീട്ടിൽ പോകുമ്പോൾ പണ്ടൊക്കെ മരണ വീട്ടിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ ഉണ്ടാകണം എന്ന് നമ്മൾ വിചാരിക്കുന്നതിലുള്ളൊരു അന്തരീക്ഷമല്ല അവിടെ നിലവിലുള്ളത്. കുറേയധികം ആൾക്കാർ വളരെ ആഹ്ലാദത്തോടുകൂടി പൊട്ടിച്ചിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നു. അവർ ഒരു കാര്യം മറന്നുപോകുന്നു, ആ മൃതദേഹത്തോട് ആദരവ് പ്രകടിപ്പിക്കാനായിട്ടാണ് അവർ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ കുടുംബത്തെ പറ്റി നമ്മൾ ഓർക്കുന്നില്ല. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ വളരെ ഉറക്കെ സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ മരിച്ച ആളുടെ കുടുംബാംഗത്തിന് വേദനയുണ്ടാവും. ഇനി കുടുംബാംഗങ്ങളുടെ കാര്യവും ഇന്നത്തെ കാലത്ത് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഞാൻ പല സ്ഥലത്തും കാണേണ്ടി വന്നു, മക്കൾ പോലും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് മോഡിൽ പോലും ആക്കാത്ത സംഭവങ്ങൾ, വളരെ എംബാരസിംഗ് ആയ ലജ്ജ ഉളവാക്കുന്നതിനുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മൃതദേഹത്തിന് ആദരവ് അർപ്പിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണല്ലോ ഇപ്പോൾ മൊബൈൽ ഫോൺ. അപ്പോൾ അതൊന്നിൽ സൈലന്റ് മോഡിൽ അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് മോഡിൽ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ മൃതദേഹം തന്നെ എഴുന്നേറ്റ് ഡാൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള വലിയ ഉച്ചത്തിലുള്ള ഫാസ്റ്റ് നമ്പറുകളൊക്കെ ആയിരിക്കും റിംഗ് ടോണിന്റെ രൂപത്തിൽ നമ്മുടെ ഫോണിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും പൊതുവേദികളിൽ നമ്മൾ പാലിക്കേണ്ട ഔചിത്യത്തെക്കുറിച്ച് നമ്മുടെ വിദ്യാലയങ്ങളിലൊന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ കാലം മാറി വരുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള മാറ്റം, ഒരു അച്ചടക്കം നടപ്പിലാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.